ഒരു മഴയുടെ സൈഡ് എഫക്ട്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. പാഠശാലയിലാണ് ഇങ്ങനത്തെ രീതിയിൽ വെള്ളമൊലിപ്പുണ്ടായത്. ഹലോ മച്ചാന്മാരെ, അതിരാവിലെ തന്നെ 11 മണിക്ക് ഉദയംകുളങ്ങരയിൽ പോസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. കോളേജിൽ പോയിട്ട് ഇറങ്ങുന്ന വഴിക്കാണ് അതേ മച്ചാന്റെ കുട പറന്നു പോകും. കോളേജ് കഴിഞ്ഞിട്ട് നേരെ ഒരു ഫ്രൂട്ട് സലാഡ് കുടിക്കാൻ വേണ്ടിയിട്ട് അമരവളയിലോട്ട്. അമരവള പാലത്തിനടുത്ത് ഇഷ്ടം പോലെ സ്പോട്ടുകളുണ്ട് ഈ ഫ്രൂട്ട് സലാഡ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനും എന്റെ നൻപനും കൂടി ഫ്രൂട്ട് സലാഡ് കുടിച്ചു ഗൈസ്. അപ്പോഴാണ് നല്ല രീതിക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഈ സ്പോട്ടിനെ കുറിച്ചുള്ള വീഡിയോ നാളെ ഇടുന്നതായിരിക്കും. അപ്പോഴാണ് തമിഴ്നാടിന്റെ ബസ്സിൽ ഒരു ചേച്ചി എന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ചേച്ചിക്ക് ഒരു പാട്ടും പാടി കൊടുത്ത് ചേച്ചി അങ്ങ് സ്കിപ്പിച്ചു വിട്ടു. നാളെ ചേച്ചിക്ക് പാടി കൊടുത്ത പാട്ട് ഫുൾ ഇടുന്നതായിരിക്കും. അങ്ങനെ പോകുന്ന വഴിക്കാണ് കൊറ്റാമത് നമ്മുടെ ജനിഷയുടെ ബസ് കിടക്കുന്നത് കണ്ടത്. ജനിഷയുടെ പുതിയ സെഡോണിന്റെ ബസ്സാണ്. പാഠശാല മുഴുവനും വെള്ളത്തിലായി എന്ന് തോന്നുന്നു. വണ്ടികളെല്ലാം തലകുത്തന്നെ ഇനിയിപ്പോ പോവോ എന്തോ ഇത്ര ഫോഴ്സിൽ വരുമ്പോ. എന്റെ ക്യാമറ ഫോണായിട്ടുള്ള ഐഫോൺ നല്ല രീതിക്ക് നനഞ്ഞിട്ടുണ്ട്. പോണെങ്കിൽ പോട്ടെ, പൈസയുടെ കിഴപ്പ്. ഐഫോൺ പോണെങ്കിൽ പോട്ടെ എന്ന് അങ്ങനെ വിടാൻ പറ്റുമോ? പൈസയുടെ കിഴപ്പൊന്നുമില്ല ഗൈസ്. എന്തായാലും നമുക്ക് രക്ഷിച്ചെടുക്കണം. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റിയ ഫോണല്ലേ. പിള്ളേരുടെ സൈക്കിളിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഐഫോൺ വെള്ളത്തിലായതുകൊണ്ട് ഒരു പുതിയ ഫോൺ എടുക്കാവുന്നതാണ് ഫോൺ എക്സ്പെർട്ടിൽ. വിവോ X300 അൾട്ര തന്നെ എടുത്തു. വിവോ X300 അൾട്ര എന്റെ മോനെ ഫോൺ എക്സ്പെർട്ട്. ഡമ്മി ഫോണും കയ്യിലെടുത്ത് വെച്ച് ഷുവാറാക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ